മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ അപ്രായോഗിക നിയമങ്ങൾ വ്യാപാരികളുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നതിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരരംഗത്തേക്ക്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ തുടക്കം കുറിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 19-ാം തീയതി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാലിന്യ സംസ്കരണത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന നടപടികളോട് പൂർണ്ണമായും സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്ന വ്യാപാരികൾക്ക് മേൽ കടുത്ത നടപടികൾ അടിച്ചേൽപ്പിച്ച് ദ്രോഹിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ സമരവുമായി വ്യാപാരികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ടൗണിൽ എത്തുന്ന പൊതുജനങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വ്യാപാരികൾ എടുത്ത് സംസ്കരിക്കണം. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ പോലും പൊതു ശൗചാലയം നിർമ്മിക്കണം. ടൗണിൽ എത്തുന്ന പൊതുജനങ്ങൾക്ക് ജൈവം, അജൈവം, അപകടകരം തുടങ്ങിയ രീതിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് എല്ലാ വ്യാപാരികളും വേസ്റ്റ് ബിന്നുകൾ ക്രമീകരിക്കണം. ഈ മാലിന്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വ്യാപാരികൾ തന്നെ സംസ്കരിക്കണം തുടങ്ങിയ അപ്രായോഗിക നടപടികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനാണ് തീരുമാനം. ഇതിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലെ 5 യൂണിറ്റുകളും സംയുക്തമായി 19-ാം തീയതി രാവിലെ 11 മണിക്ക് രാജകുമാരി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണയും സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് വി കുര്യാക്കോസ് പറഞ്ഞു. സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ സമര പരിപാടിയുടെ ഭാഗമായിട്ട് 19-ാം തീയതി രാവിലെ 11 മണിക്ക് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തേക്ക് നടക്കുന്ന പ്രതിഷേധ ധർണാ സമരത്തിൽ രാജകുമാരിലെ മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തുകൊണ്ട് ഈ ധർണാ സമരം വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായിട്ട് ബഹുരാഷ്ട്ര കമ്പനികളെയും ഓൺലൈൻ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നതിനും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ തകർക്കുന്നതിനും വേണ്ടിയാണ് മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബ്ലോക്ക് പ്രസിഡന്റ് റോയി വർഗീസ് ആരോപിച്ചു. ഇത് ഓരോ നിയമങ്ങളും ഓൺലൈനെയും ബഹുരാഷ്ട്ര കമ്പനികളെയും സഹായിക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാരുകൾ മാറി വരുന്ന സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ഓൺലൈൻ സ്ഥാപനത്തിലേക്ക് ഒരു ദിവസം വരുന്ന സാധനങ്ങൾ ഇറക്കുവാനോ കയറ്റുവാനോ തൊഴിലാളികൾക്കൊന്നും ചെല്ലുന്നില്ല. മറിച്ച് ഒരു ചെറിയ സ്ഥാപനത്തിൽ ഒരു കെട്ടിറക്കുന്നതിന് അവിടെ തൊഴിലാളികളുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ ചെറുകിട വ്യാപാര മേഖലയെ തകർക്കാനുള്ള സംവിധാനങ്ങൾ ഒന്നൊന്നായിട്ട് മാറി വരുന്ന സർക്കാരുകൾ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക്. 19-ാം തീയതി സൂചനാ സമരം മാത്രമാണെന്നും വരും നാളുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും യൂണിറ്റ് ഭാരവാഹികളായ വി കുര്യാക്കോസ്, റോയി വർഗീസ്, സോജൻ വർഗീസ്, OA ജോൺ എന്നിവർ അറിയിച്ചു.